തൃശ്ശൂരിലെ ചാവക്കാട് എന്ന സ്ഥലം 35 വർഷം മുമ്പ് ഈ ചാവക്കാട്ടെ മാർക്കറ്റിൽ ഒരു പച്ചക്കറി കടക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേര് CP ജോണി എന്നാ. പാലിയൂർ ചെറുവത്തൂർ CP ജോണി. 45 വയസ്സുള്ള ഒരു മനുഷ്യൻ. 1989 ഒക്ടോബർ മാസം 6-ാം തീയതി, അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് വൈകിട്ട് 7 മണിയുടെ അടുത്ത സമയത്ത് ഈ ജോണി തന്റെ കടയ്ക്കുള്ളിലിരുന്ന് കണക്കെഴുതുകയായിരുന്നു. കട അടയ്ക്കുന്ന നേരമായിരുന്നു അത്. പുറത്ത് നല്ല ഇടിയും മിന്നലും മഴയും. മഴ കൊള്ളാതിരിക്കാൻ കുറച്ച് ആളുകൾ കടയുടെ മുമ്പിലുള്ള തട്ടുപന്തലിൽ കയറി നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. ഉടനെ ഇടിവെട്ടുന്ന പോലൊരു ശബ്ദം. ഈ ജോണി അയ്യോന്ന് നിലവിളിച്ച് മേശയിലേക്ക് കമിഴ്ന്നു വീണു. പിന്നെ അദ്ദേഹത്തിന് അനക്കമുണ്ടായിരുന്നു. കടയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജോണിയെ പരിശോധിച്ചു. പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് ഹൃദയാഘാതമായിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്ത് യാതൊരുവിധ മുറിവും ഉണ്ടായിരുന്നില്ല. ആരും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുമില്ല. ഒന്ന് നിലവിളിച്ചു, കമിഴ്ന്നു വീണു, മരിച്ചു. എന്തായാലും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. സംസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഈ ജോണിയുടെ 18 വയസ്സുള്ള മകൻ ഒരു കാര്യം കണ്ടു. മൃതദേഹത്തില് ഇടത് തോൾപ്പലികയുടെ താഴെയായിട്ട് ചെറിയൊരു മുറിവ്. ഈ മുറിവ് കണ്ടപ്പോൾ മോന് സംശയമായി. അവൻ അപ്പം മരിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന ഷർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഷർട്ടില് മുറിവ് കാണപ്പെട്ട അതേ ഭാഗത്ത് തന്നെ ഷർട്ടില് കീറലുണ്ടായിരുന്നു. എന്തായാലും അടക്കിന് ശേഷം മോൻ ഈ ഷർട്ടുമായിട്ട് പോലീസിനെ ചെന്നു കണ്ടു. പോലീസിനോട് കാര്യം പറഞ്ഞു. എന്തായാലും പോലീസ് കേസ് എടുത്തു, അന്വേഷണം ആരംഭിച്ചു. അവരാദ്യം ചെയ്തത് ഈ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഈ മുറിവിന് 1/2 സെന്റിമീറ്റർ വ്യാസമുണ്ട്. മാത്രമല്ല മുറിവിന് ചുറ്റും ചാരവലയുമുണ്ട്. പക്ഷെ അത് കൂടുതലൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായില്ല. കാരണം ജോണി എങ്ങനെയാണ് മരിച്ചത്, ഈ മുറിവിന് ജോണിയുടെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇക്കാര്യമൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. പക്ഷേ ഈ മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തണം. അതിനുള്ള ആകെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ഷർട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ ഫോറൻസിക് സർജൻ ആയിരുന്ന ഡോക്ടർ B ഉമാദത്തൻ ഈ ഷർട്ട് പരിശോധിച്ചു. അപ്പൊ ഷർട്ടിലെ കീറലിന്റെ വ്യാസം എന്ന് പറയുന്ന 1/2 സെന്റിമീറ്റർ ആണ്. മുറിവിന്റെ വ്യാസവും 1/2 സെന്റിമീറ്റർ തന്നെയാണ്. പക്ഷെ മുറിവിന് ചുറ്റും ചാരവലയമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സംശയം തോന്നി. അന്ന് ബാലിസ്റ്റിക് വിദഗ്ധനായിരുന്ന വിഷ്ണു പോറ്റി ഈ ചാരവലയം പരിശോധിച്ചു. അപ്പൊ രാസപരിശോധനയിൽ ഈ ചാരവലയത്തിൽ ഈയത്തിന്റെ അംശം കണ്ടെത്തി. അതായത് 1/2 സെന്റിമീറ്റർ വ്യാസമുള്ള മുറിവ്, ആ മുറിവിന് ചുറ്റും ചാരവലയം, ആ ചാരവലയത്തിൽ ഈയത്തിന്റെ അംശം. ഇതോടെ അവർക്ക് കാര്യം പിടികിട്ടി. വെടിയുണ്ട തറച്ചതാണ്. അതായത് 1/2 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയം കൊണ്ട് നിർമ്മിച്ച വെടിയുണ്ട. സാധാരണ ഇത്തരം വെടിയുണ്ട ഉപയോഗിക്കുന്നത് കാലിബർ 0.22 ഇഞ്ചുള്ള റിവോൾവറിലും റൈഫിളിലുമാണ്. അപ്പൊ ഇനി ഇവിടെ റിവോൾവർ ആണോ റൈഫിൾ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. മാത്രമല്ല എവിടെ നിന്നാണ് വെടിവെച്ചിട്ടുണ്ടാവുക എന്നും കൂടി കണ്ടെത്തണം. മരിക്കുന്ന സമയത്ത് ജോണി റോഡിന് പുറംതിരിഞ്ഞ്, അതായത് കടയ്ക്കുള്ളിലേക്ക് തിരിഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ തോൾപ്പലകയുടെ താഴെയായിട്ട് വെടിയേൽക്കണമെങ്കിൽ കടയുടെ മുമ്പിൽ നിന്ന് വെടിവെക്കണം. പക്ഷെ കടയുടെ മുമ്പിൽ തട്ടുപന്തലുണ്ട്, അത് കുറച്ച് താഴ്ന്നു കിടക്കുക. അപ്പോൾ ദൂരെ നിന്നും റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചാൽ ഈ തട്ടുപന്തല് കാരണം തോളത്ത് കൊള്ളത്തില്ല. അപ്പൊ അടുത്ത് നിന്നായിരിക്കും വെടിവെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ റൈഫിൾ അല്ല റിവോൾവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കാലിബർ 0.22 ഇഞ്ചുള്ള റിവോൾവർ. പക്ഷെ അതുകൊണ്ടുമായില്ല, വെടിയുണ്ട കണ്ടെത്തണം. എവിടെ നിന്ന്? ജോണിയുടെ ശരീരത്തിന്റെ മുൻഭാഗത്ത് മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വെടിയുണ്ട ഉള്ളിൽ കയറി, പക്ഷെ പുറത്തേക്ക് പോയിട്ടില്ല. അതായത് വെടിയുണ്ട മൃതദേഹത്തിനുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ വെടിയുണ്ട കണ്ടെത്താനായിട്ടില്ല. അപ്പൊ പിന്നെ വെടിയുണ്ട എവിടെ പോയി? എന്തായാലും മൃതദേഹം പരിശോധിച്ചേ മതിയാകും. പക്ഷെ ഇപ്പം മൃതദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുണ്ടാവും. കാരണം 2 മാസം കഴിഞ്ഞു മൃതദേഹം നല്ല പോലെ ചീഞ്ഞളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ചീഞ്ഞളിഞ്ഞ ശരീര അവശിഷ്ടങ്ങളിൽ നിന്നും ഇത്തിരി പോകുന്ന വെടിയുണ്ട കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ വൈക്കോൽ തുറയിൽ പോയ സൂചി കണ്ടെത്തുന്നത് പോലെയാണ്. എന്തായാലും സംഗതി വിജയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പരീക്ഷണം നടത്തി. ഇതിനായിട്ട് അവരൊരു മെത്ത കൊണ്ടുവന്നു. അത് ചുരുട്ടി എന്നിട്ട് കാലിബർ 0.22 ഇഞ്ചുള്ള റിവോൾവർ ഉപയോഗിച്ച് മെത്തയിലേക്ക് വെടിയുതിർത്തു. ഇപ്പോൾ വെടിയുണ്ട മെത്തയ്ക്കുള്ളിലാണ്. ഇനി അത് കണ്ടെത്തണം. എങ്ങനെ? അതിനവർ കണ്ടുപിടിച്ച മാർഗമാണ് മെറ്റൽ ഡിറ്റക്ടർ. ഇവർ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന മെത്തയുടെ മുകളിലൂടെ നീക്കി. ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ മെറ്റൽ ഡിറ്റക്ടറിൽ നിന്നും ബീപ് ശബ്ദം. അതായത് വെടിയുണ്ട അവിടെയുണ്ട്. അങ്ങനെ ഇവർക്ക് വെടിയുണ്ട കിട്ടി. അങ്ങനെ പരീക്ഷണം വിജയിച്ചു. ഇനി ധൈര്യമായിട്ട് മൃതദേഹം കല്ലറിൽ നിന്ന് രണ്ടാമതും പുറത്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ എക്സിമേഷൻ നടന്നു. മൃതദേഹം പുറത്തെടുത്തു. അപ്പോഴേക്കും മൃതദേഹം കറുത്തിരുണ്ട് ഒരു മാംസപിണ്ഡമായി മാറിയിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഫോറൻസിക് ഡോക്ടർമാർ ഈ മൃതദേഹത്തിന്റെ ഓരോ ഭാഗം എടുത്ത് മെറ്റൽ ഡിറ്റക്ടറിന്റെ അടിയിൽ പിടിക്കും. ബീപ് ശബ്ദം ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു, വെടിയുണ്ട കിട്ടിയില്ല. അവരാകെ നിരാശരായി, വേർത്തു കുളിച്ചു, നാണക്കേടായി. പക്ഷേ ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അവസാനം അത് സംഭവിച്ചു. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം എടുത്ത മെറ്റൽ ഡിറ്റക്ടറിന്റെ അടിയിൽ കാണിച്ചപ്പോൾ ബീപ് ശബ്ദം നോക്കിയപ്പോൾ കണ്ടു ചെറിയൊരു ബുള്ളറ്റ്. അങ്ങനെ വെടിയുണ്ട കിട്ടി. ഈ വെടിയുണ്ട അവർ പരിശോധിച്ചു. ഈ വെടിയുണ്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിൽ വരകൾ ഉണ്ടായിരുന്നില്ല, അതായത് റൈഫിളിംഗ് മാർക്സ് ഉണ്ടായിരുന്നില്ല. ഈ റൈഫിളിംഗ് മാർക്സ് എന്ന് വെച്ചാൽ സാധാരണ വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെടിയുണ്ട എടുത്ത് നോക്കിയാൽ അതിൽ വരകൾ കാണും. അത് ഈ തോക്കിന്റെ കുഴലില് വരമ്പുകൾ, അതായത് റൈഫിളിംഗ് റിഡ്ജസ് ഉള്ളത് കൊണ്ടാണ്. ഈ വരമ്പുകളിൽ തട്ടിയിട്ടാണ് വെടിയുണ്ട പുറത്തേക്ക് പോകുന്നത്. സാധാരണ ഫാക്ടറികളിലൊക്കെ ഉണ്ടാക്കുന്ന തോക്കുകളിലെല്ലാം റൈഫിളിംഗ് റിഡ്ജസ് ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയ വെടിയുണ്ടയിൽ വരകളില്ല, റൈഫിളിംഗ് മാർക്സ് ഇല്ല. അതിന്റെ അർത്ഥം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ഫാക്ടറിയിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് കൊല്ലന്മാരുണ്ടാക്കിയതാണ്, വ്യാജ തോക്കാണ്. അപ്പോൾ ഇതുവരെ കിട്ടിയ തെളിവുകളിൽ നിന്നെല്ലാം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, അന്ന് ആ സന്ധ്യാനേരത്ത് ഇടിയും മിന്നലും മഴയും ഉണ്ടായിരുന്ന ആ നേരത്ത് കറണ്ട് പോയപ്പോൾ ആ കടവരാന്തയിൽ കയറി നിന്ന ഒരാൾ വ്യാജമായി നിർമ്മിച്ച കാലിബർ 0.22 ഇഞ്ചുള്ള റിവോൾവർ ഉപയോഗിച്ച ജോണിയെ വെടിവെച്ചു. ഇനി ഒരു കാര്യം കൂടി മാത്രമേ നമുക്കറിയാനുള്ളൂ, ആരാണ് കൊലയാളി? ജോണിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ജോണി മരിച്ചാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിവരം കിട്ടി. ആ മാർക്കറ്റിൽ തന്നെയുള്ള മറ്റൊരു പച്ചക്കറിക്കടക്കാരന് ജോണിയോട് ദേഷ്യമുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു. അത് ജോണി പച്ചക്കറികളുടെ വില കുറച്ച് വിൽക്കുന്നത് കൊണ്ടായിരുന്നു. അയാളുടെ പേര് മുജീബ് റഹ്മാൻ. ഈ മുജീബ് റഹ്മാന് അബ്ദുസലാം എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ട് ജോണിയെ കൊല്ലിച്ചതാണ് എന്നാണ് തെളിഞ്ഞത്. എന്തായാലും മുജീബിനെയും അബ്ദുസലാമിനെയും CBI അറസ്റ്റ് ചെയ്തു. എറണാകുളം CBI കോടതി 2 പേർക്കും ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. പക്ഷെ ഇരുവരും ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ഇരുവരെയും വെറുതെ വിടുകയാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ച കേസ് A. ഹേമചന്ദ്രൻ, ഡോക്ടർ B. ഉമാദത്തൻ, ജേക്കബ് P. തോമസ് എന്നീ ഉദ്യോഗസ്ഥരുടെ സാമർഥ്യം കൊണ്ട് ചുരുളഴിഞ്ഞ കേസ്. അതിന്റെ അവസാനം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ എത്ര വിദഗ്ധമായി നടത്തിയ കുറ്റകൃത്യമാണെങ്കിലും ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു അടയാളമെങ്കിലും അവശേഷിക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ചാവക്കാട്ടെ ജോണി കൊലക്കേസ്.